ഇന്നത്തെ ദിവസം ഫുള്ള് മഴയായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന സമയത്തും നല്ല മഴ കിട്ടി. സച്ചുനെ ഞാൻ മഴയത്ത് നനഞ്ഞ് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. രാവിലെ അവൾ മുടിയൊക്കെ കെട്ടിപ്പോയപ്പോൾ ക്രിസ്മസ് തീം വരാൻ വേണ്ടി ടിൻസിലൊക്കെ വെച്ചായിരുന്നു മുടി കെട്ടി കേട്ടോ. പിന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പുറത്തെ ഇരുട്ട് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഏകദേശം ഒരു സന്ധ്യാസമയമൊക്കെ ആയി എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഞാൻ ഇതും കൂടി സ്കൂൾ വിട്ട് വരുന്നത് കാത്തിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 4 മണി ആയിട്ടുള്ളൂ. 4 മണിക്കാണ് അവൾ വരുന്നത്. മഴയത്ത് നനഞ്ഞ് കുളിച്ച് വന്നിരിക്കുന്ന സീനാണ്. ഞാൻ പറഞ്ഞു, വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രേതം വന്നിങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ചെറിയ ക്രിസ്മസ് ഗെറ്റ് ടുഗെദർ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റും പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കേക്കും കാര്യങ്ങളെല്ലാം ഞാൻ കവറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു സനോയി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. സനോയി വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അങ്ങനെ സനോയി വന്ന് പിന്നെ പെട്ടെന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി എല്ലാവരും കൂടി പോയി റെഡിയാവാന്ന് പറഞ്ഞാൽ വലിയ റെഡി ആവലൊന്നുമില്ല. ആയിട്ടിരിക്കുന്ന പൈജാമയൊക്കെ ഇട്ടാണ് നമ്മൾ പോയത്. ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി വലിയ ഇതൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോയി ഈ കാണുന്ന ഡ്രിങ്ക്സ് ആണ്. നമുക്ക് കുപ്പി കണ്ടാൽ തോന്നും, പക്ഷേ സംഭവം മാംഗോ ജ്യൂസാണ് കേട്ടോ. നല്ല അടിപൊളി, എന്താ പറയുക, നല്ല ഷോ ആയിട്ടുള്ള കുപ്പിയൊക്കെ കണ്ടപ്പോൾ കൊള്ളാലോ, ഇത് നല്ല വൈബ് തരുന്ന സംഭവമാണല്ലോ എന്ന് വിചാരിച്ചു. നല്ല അടിപൊളി മാംഗോ ജ്യൂസായിരുന്നു. പിന്നെ അതെല്ലാം ഒരു വൈബിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്കൊക്കെ ആക്കി ജ്യൂസൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. പിള്ളേർ പിന്നെ ഈ ഭാഗത്തോട്ടൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകമാണ്. പാട്ടും കളിയും ഡാൻസും അങ്ങനെയുള്ള സകല കാര്യങ്ങളുമായിട്ട് അവരാകെ മൊത്തം തിരക്കിലാണ് കേട്ടോ. നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യാൻ അവർക്ക് നേരമില്ല. പിന്നെ കിട്ടിയ ക്യാപ്പല്ലേ കൊടുക്കാൻ കിടും. പിന്നെ സനോയി വന്നിട്ട് പെട്ടെന്ന് അവർക്കൊരു കുട്ടി ഗെയിം പോലെ കൊടുത്തു. അതായത് ടിഷ്യൂസ് ചുരുട്ടി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് എത്രയും ദൂരത്തിൽ എറിയാൻ പറ്റുമോ അവർ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ട് എന്താ പറയുക എറിയിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ എറിഞ്ഞു. എല്ലാവരും നല്ല എറിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും മൂത്തത് ഡുങ്കുടു ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവളുടെ ഇത്രയും കൂടി ദൂരെ പോകുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നീതുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നായിരുന്നില്ല ആക്ച്വലി ബർത്ത്ഡേ, പിറ്റേ ദിവസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൂടുന്നത് തലേന്ന് രാത്രിയാണല്ലോ, നമുക്ക് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞു. 2 തരത്തിലുള്ള ക്യാൻഡിലൊക്കെ കത്തിച്ച് നമ്മൾ ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിക്കാൻ നോക്കി കേട്ടോ. നല്ല വിഷസൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ആ കേക്കൊക്കെ മുറിച്ചു. ചുറ്റും കുട്ടികളെല്ലാവരും കൂടി നല്ല കാത്തിരുന്ന് ബർത്ത്ഡേ പാട്ടൊക്കെ പാടുന്നുണ്ട്. മെയിനായിട്ട് ആ കേക്ക് കിട്ടാനുള്ളൊരു ഒരു ആക്രാന്തം ഉണ്ടാവുമല്ലോ, ഇതൊന്ന് വേഗം കട്ട് ചെയ്ത് തരുമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം ചുറ്റും കൂടി അതിനുള്ളൊരു വൈബ് അനുസരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 8:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കൂടി. പിറ്റേ ദിവസം സ്കൂളും കാര്യങ്ങളും കൊണ്ട് കുറേ നേരം നമുക്ക് നിൽക്കാനും പറ്റില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് പാട്ടുപാടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി. അപ്പോൾ നമുക്ക് അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. കപ്പയും മീൻകറിയും അതുപോലെ തന്നെ എന്താ പറയുക ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും. അപ്പോൾ കപ്പയും മീൻകറിയും നീതും ദിലീഷേട്ടനും കൂടിയാണ് വെച്ചത്. അതുപോലെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സീതും രാമും കൂടിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു. പിള്ളേർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നോർത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബൈ ഒക്കെ പറഞ്ഞു, യാത്രയൊക്കെ പറഞ്ഞു. ഇനി അടുത്തൊരു ഗെറ്റ് ടുഗെദറിന് കൂടാം എന്നുള്ളൊരു വിശ്വാസത്തിൽ